ഹലോ നമസ്കാരം. എല്ലാവർക്കും വൈകുണ്ഠ ഏകാദശി ആശംസകൾ. ഞങ്ങളുള്ളത് ഇപ്പോൾ ബാംഗ്ലൂർ ഇസ്കോൺ ടെമ്പിളിലാണ്. ഏകദേശം രാവിലെ 7 മണി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഇസ്കോൺ ടെമ്പിളിലൊക്കെ ഇന്നാണ് ഏകാദശി ആചരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും 31-നാണ് ഏകാദശി ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇസ്കോൺ ടെമ്പിളിലെ കാഴ്ചകളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇവിടെ രാവിലെ തന്നെ വരാൻ നല്ല രസമാണ്. ഈവനിങ് ഓൾസോ നല്ല രസമാണ് കേട്ടോ. ഞാൻ പക്ഷേ ഇത്രയും രാവിലെ ഞാൻ ഇതുവരെയും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇസ്കോണിൽ മെയിനായിട്ട് രാധാകൃഷ്ണ പ്രതിഷ്ഠയാണെങ്കിലും മറ്റുള്ള ഉപദേവന്മാരൊക്കെ ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ തൊഴുതതിന് ശേഷമാണ് ഞങ്ങൾ മെയിൻ നമ്മുടെ ശ്രീകോവിലോട്ട് പോയത്. യൂഷ്വലി ഞങ്ങളിവിടെ ഈ ഇസ്കോൺ ടെമ്പിളിൽ വന്നാൽ ഇങ്ങനെ ഒരു പ്രദക്ഷിണം വെക്കാറില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങളായി ഇവിടെ പോകുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാനൊരു കംപ്ലീറ്റ് പ്രദക്ഷിണം വെച്ചിട്ട് ഇവിടെ വന്നേക്കുന്നത്. തിരിച്ച് ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് തൊഴാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഇവിടെ ഈ ഭജൻ എപ്പോഴും ഉണ്ടാവും കേട്ടോ. എല്ലാ തവണയും ഞങ്ങൾ വരുമ്പോൾ ഈ ഭജൻ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ യൂഷ്വലി നമുക്ക് അതിനുള്ളിൽ തന്നെ ഇരിക്കാനൊക്കെ ആ സെൻട്രലായിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഏകാദശിയുടെ ദിവസം ആയതുകൊണ്ടും കുറച്ച് തിരക്ക് അധികം ഉള്ളത് കൊണ്ടും ആയിരിക്കാം അവിടെ അലൗഡ് അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നു. പിന്നെ ഇവിടെ ഒത്തിരി ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. മോസ്റ്റ് ഓഫ് ദ ബുക്സ് എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ പോയാലും എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കും അവിടെ നിന്ന്. അപ്പോൾ അങ്ങനെ എല്ലാ ബുക്സും എൻ്റെ കയ്യിലുണ്ട് അവിടെയുള്ള ഓൾമോസ്റ്റ്. പിന്നെ ഇതൊക്കെ കാണാനും ഇങ്ങനെ ചുമ്മാ വാങ്ങിക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കും കേട്ടോ. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ ഷോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നാലും റീസണബിൾ റേറ്റ് തന്നെയാണ്. അങ്ങനെ ഒത്തിരി എക്സ്പെൻസീവ് ഒന്നും അല്ല ഇതൊന്നും. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. ഇതുപോലെയുള്ള തുളസിമാലകളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. നല്ല രസമുള്ളൊരു മണിയാണ്. അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്തതിന് ശേഷം ആ ഫുഡ് കോർട്ടിലൂടെ വന്ന് നമുക്ക് അന്നദാന ഹാളിലോട്ട് വരാം കേട്ടോ. ഇവിടെ എന്നും അന്നദാനം ഉണ്ടാവും. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇന്ന് സ്വീറ്റ് പൊങ്കലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ ഒരമ്പലത്തിലൂടെ പോവും. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞാൻ നാളെ കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ ഷൂസൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ